എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരുപാട് പേര് നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ അതിൽ ചെറുതായിട്ടൊരു ഞെക്ക് വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കയറുന്നതേ ഇല്ല. ഇത് മറ്റേ സബ്സ്ക്രിപ്ഷൻ അല്ല, നമ്മുടെ വീഡിയോയുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ കാണുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെ കൊടുക്കണം കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ മൈ വേ ബൈ കല്യാണിയുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി ജ്വലിച്ച് ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ ഒഴിച്ചാൽ പോലും ഇമ്മാതിരി തീ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി തീ പിടിച്ചിട്ടുണ്ട് ഈ സാധനം. തീ പിടിക്കാനുള്ള കാരണം റീക്യാപ്പ് പോലെ ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി മുഖത്തൊരു പാട് വരുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഹോസ്പിറ്റലുമായിട്ട് കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഹോസ്പിറ്റലുമായിട്ട് തെറ്റിപ്പിരിയുന്നു. അവിടെ കൊളാബ് ചോദിച്ചു എന്ന് ഡോക്ടറിൻ്റെ വെർഷൻ. കൊളാബ് ചോദിച്ചില്ല, എൻ്റെ ഇത് ഇത്രയും കറുത്തുപോയി, അതുകൊണ്ടാണ് ഞാൻ സുനാപ്പിയായിട്ട് പ്രശ്നമായിട്ട് വന്നതെന്നുള്ളത് കല്യാണിയുടെ വെർഷൻ. ഇതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സംസാരിക്കുന്ന വോയിസ് ഇപ്പോൾ ലൈഫ് ഓഫ് അനന്തിൻ്റെ ചാനലിൽ പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർ സംസാരിക്കുന്നത് മാത്രമല്ല, ഇതിന് ഒരു FIR പുറത്ത് വന്നിട്ടുണ്ട്. ആ FIRൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. FIRനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. FIR ഈ ഹോസ്പിറ്റലിൽ ക്ലിനിക്കുകാർ കൊടുത്തതിൻ്റെ ആണ് FIR ഇട്ടേക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഈ ഡോക്ടർ സംസാരിക്കുന്നത്, കല്യാണം സംസാരിക്കുന്നത് നോക്കുമ്പോഴത്തേനും എനിക്ക് കുറച്ച് സംശയങ്ങൾ, എന്നോട് ചിന്ന സന്ദേഹങ്ങൾ. ആദ്യം നമുക്ക് ഡോക്ടർ പറയുന്നത് കേട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവർ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി എന്നോ അതല്ലേ മെയ് 30-ാം തീയതിക്കുള്ള ഫൂട്ടേജ് അവർക്ക് റിലീസ് ചെയ്യാൻ പറയുന്നത്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. മെയ് 30-ാം തീയതിയുള്ള ഫുട്ടേജ് മെയ് 30-നാണ്. അപ്പോൾ ഇവർ അവിടെ പോയി മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുത്തത്. 1-ാം തീയതി ഇവർ വീണ്ടും അവിടെ പോയി. 2-ാം തീയതി വീണ്ടും തിരുവനന്തപുരം പോയി. 3-ാം തീയതി പോലീസ് വിളിച്ചിട്ട് വീണ്ടും പോയി. എൻ്റെ പൊന്നിടാവ് തിരുവനന്തപുരത്ത് വല്ല വീടും ഉണ്ടോ? അപ്പോൾ ഇവർ ഡോക്ടറിനോട് ഡയറക്റ്റാണ് കൊളാബ് ചോദിച്ചത്. ഒന്നുകിൽ കൊളാബ് തരണം, ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സാമാനങ്ങൾ മൊത്തം ഇടും, നമ്മൾ ഈ പടി ഇപ്പോൾ ഇറങ്ങുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ കൊളാബ് ചോദിച്ചതിന് ഡോക്ടറിൻ്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം കൺസൾട്ടിങ് റൂമിനകത്ത് ക്യാമറ വെച്ചിട്ടില്ല. കൺസൾട്ടിങ് റൂമിനകത്ത് ക്യാമറ വെക്കാത്തതിൻ്റെ ഉദ്ദേശം, ഒരു സ്ത്രീ വരുന്നു, ആ സ്ത്രീയുടെ ഇവിടെ ഒരു പാട്, അപ്പോൾ അവർ കാണിക്കുമ്പോഴത്തേനും അത് ക്യാമറ പെടും. ഒരു പുരുഷൻ വരുന്നു, പുരുഷൻ്റെ എവിടെയെങ്കിലും ഒരു പാട്, അത് കാണിക്കുമ്പോൾ പെടുന്നത്. പുരുഷനും നാണവും മാനവും പ്രൈവസിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില പ്രൈവറ്റ് പാർട്ടുകൾ, സ്കിൻ ഡിസീസസുകൾ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റൊരാൾ കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഡോക്ടറിനെ നമ്മൾ വിശ്വസിച്ച് കാണിക്കുമ്പോൾ അത് CCTV ക്യാമറയിൽ പെടാതിരിക്കാനാണ് അവിടെ സാമാനം ഇല്ലാത്തത്. ആയതിനാൽ അങ്ങനെ ചോദിച്ചതിന് പ്രൂഫ് ഡോക്ടറിന് തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1-ാം തീയതി വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്. നോ, മെയ് 30-ാം തീയതി എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത് ഞാൻ. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണം തന്നെ വിചാരിക്കുക. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നോണ പറയണം തന്നെ വിചാരിക്കുക. എന്തിനാ പിന്നെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരുമെന്ന് പറഞ്ഞാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? കുറെ ബില്ലെടുത്ത് കൊടുക്ക്. ഇവർക്ക് ബില്ലിനകത്ത് ആരുണ്ട് കൈവശം കൊടുത്തേക്കുവാണോ? ഒരു ബില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തോരം പ്രശ്നം ഉണ്ടാക്കുന്നേ. കുറെ ബില്ലെടുത്ത് അവരുടെ കയ്യിലോട്ടങ്ങ് കൊടുക്ക്. ഇത് എന്തൊരു പാടിത്. വാട്സപ്പിൽ അയച്ചു കൊടുത്ത്, മെയിലിൽ അയച്ചു കൊടുത്ത്, പ്രിൻ്റായിട്ട് കൊടുത്ത്, പിന്നെ ബില്ല് വേണം. ബില്ല് മുഖ്യം ബില്ലേ. ഇതിനും വേണ്ടി ബില്ല് എന്തൊരു കാണിക്കാനിത്? പൊന്നടവേ ക്ലിനിക്ക് പറയുന്നത് ബില്ല് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളൊരു വേർഷനാണ്. അവർ പറയുന്നത് ബില്ല് മൊത്തം തന്നിട്ടില്ല. ബില്ലിൽ തന്ന എമൗണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും അത് ബാലൻസ് ആയി നിൽക്കുന്നില്ല എന്നാണ് കല്യാണിയുടെ വെർഷൻ. പക്ഷേ ഇതിനകത്തൊരു സംഭവം, ബില്ല് പലപ്പോഴായിട്ട് ബില്ല് കിട്ടിയെന്ന് കല്യാണി രണ്ടാമത് അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ടാലി ആയിട്ടില്ലെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബില്ല് വേണമെന്ന് പറയുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇത് ബില്ല് വൻ മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ്. ഇൻ കേസ് ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നുള്ള പക്ഷത്തിൽ ഈ ക്ലിനിക്കിന് തെളിയിക്കാൻ പറ്റും. അവർ മെയിൽ ത്രൂ, വാട്സപ്പ് ത്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബില്ലും ഇവർ സ്പെൻഡ് ചെയ്ത എമൗണ്ടും, ഈ സ്പെൻഡ് ചെയ്തത് ഗൂഗിൾ പേ ത്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗൂഗിൾ പേ വഴി കൊടുത്തിരിക്കുന്ന ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഈ ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കുകാർക്കറിയാം ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. കല്യാണിക്കും അറിയാം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നത്. ഈ ക്ലിനിക്കിന് ബേസിക്കായിട്ട് ഒരു ഓഡിറ്റ് ടീം ഉണ്ടാവും, അവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും. കാരണം ഇവരൊരൊറ്റ ക്ലിനിക്കല്ല, ഇവർക്ക് ഒന്നിലധികം ക്ലിനിക്കുകളുണ്ട്. ഇവർ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ
ഒരു മാസം മാത്രമേ ഈ ഒരു ഇപ്പോൾ 2 സെൻറ്റർ ഉണ്ട്, ഇത് മെയിൻ സെൻറ്റർ, ഇത് ഇവിടുത്തെ സെൻറ്റർ. ഇവിടെ ഒരു മാസമേ ബില്ല് കീപ്പ് ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങോട്ട് പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരണം. സോ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ അവർക്ക് എന്തായാലും ഒരു ഓഡിറ്റ് സിസ്റ്റം ഉണ്ടാവും, അവർക്ക് അത് മാനേജ് ചെയ്യുന്നൊരു ഫിനാൻസ് ടീം ഉണ്ടാവും. സോ ഇത് ഇവർക്ക് പുട്ടുപോലെ പ്രൂവ് ചെയ്യാം ഇവരുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ. ബാക്കി പറയാം. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെയ് 13 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ജൂൺ 24 സംതിങ് അല്ലേ, അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിൽ CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിൽ CCTV ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒറ്റ കൺസൾട്ടേഷൻ റൂമിൽ TV ഉണ്ട്, പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് എന്ന് CD മ്യൂസിക്കത്ത് പറയുമല്ലോ, അതേപോലെ പക്ഷേ അത് ഇവർ പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. മറ്റേ ഫൺ പാർട്ട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് പ്രൈവറ്റ് പാർട്ടുകളിൽ എന്തെങ്കിലും സ്കിൻ അലർജീസ് ഉണ്ടാകുമ്പോൾ അത് കാണിക്കുമ്പോൾ അത് CCTVയിൽ പിടിക്കുന്ന ഒരു സാധനം വേണ്ടാന്ന് വെച്ചിട്ടാണ് അവരത് ചെയ്തത്. ഓക്കെ, CCTVസും നമ്മുടെ ഒരു ക്ലിനിക്കിലും വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താ വെച്ചാൽ ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്, പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്റ്റിന്റെ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്: ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന് അവരുടെ ബോഡിയിലത്തെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചിരുമ്പോൾ അത് ക്യാമറയിൽ പതിയാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയ CCTV കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഇല്ല, അത് ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് റീവാമ്പ് ചെയ്ത ഓഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ, ഓഡിയോ സിസ്റ്റം കൂടെ വെക്കും. നമ്മൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ്സിൽ മനസ്സിലാവുക ഇതും കൂടെ വെക്കുന്നത്. ആരെങ്കിലും സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു, അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ കേട്ടാണ് മുഖത്ത് പൊള്ളൽ എത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിന് കല്യാണിയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. സോ ഈ കൊളാബ് ചോദിച്ചു എന്ന സാധനം ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം. ഉദാഹരണം ഞാൻ പറയണം, മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാൾ, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്ന് പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താണെന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ല. അപ്പൊ ഒരു 3-4 മാസം കഴിയുമ്പോൾ അതുകൊണ്ട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചുണ്ടാക്കാം, കറക്റ്റ്, ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഇപ്പോഴും അവരുടെ മുഖത്ത് പാടുണ്ട്. അവര് പറയുന്നത് ഇവിടെയാണ് അവരുടെ പാടെന്ന്. ഇവര് പറയുന്നത് ഏതാണ്ട് സ്റ്റിറോയിഡ് ഇറങ്ങിയ ക്രീം എടുത്ത് മോന്തയ്ക്ക് വരി പുരട്ടിയതാണ്. ദയവ് ചെയ്ത് സ്റ്റിറോയിഡ് ഇറങ്ങിയ സാമാനങ്ങളൊന്നും വരി പുരട്ടാതിരിക്കുക. സ്റ്റിറോയിഡിന് ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ഈ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന സാധനം ഹൈലി ഡേഞ്ചറസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അസഹനീയമായ ഒരു വേദന ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിന്. അന്നേരം ഞാൻ ഇമാതിരി സ്റ്റിറോയിഡ് എടുക്കാൻ നിർബന്ധിതമായി. ആ നിർബന്ധിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പല്ലൊക്കെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സ്റ്റിറോയിഡിന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്നവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ, അവരൊപ്പ്. അതിന്റെ കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. പെട്ട് കല്യാണി പെട്ട്. ഇതിനകത്ത് ഡോക്ടർ പറയുന്നത് അവരൊന്നിലധികം ട്രീറ്റ്മെൻറ്റുകൾ ആ ക്ലിനിക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുടി വളരാനുള്ള ട്രീറ്റ്മെൻറ്റ്, തൊലി വെളുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്, തലമാറ്റി വെക്കുന്നില്ല, അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ അവരുടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓരോ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും ഞാൻ പൂർണ്ണ സമ്മതത്തോടെ ഈ ട്രീറ്റ്മെൻറ്റുകൾക്ക് അംഗീകരിച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു കൺസേൺ ലെറ്റർ ഇവരുടെ കയ്യിലുണ്ട്. അത് സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇവർക്കത് കിട്ലോസ്കി ആയിട്ട് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും ഇവർ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതെന്ന്. കല്യാണി എന്താണ്ടൊക്കെ ബ്യൂട്ടി വ്ളോഗറും പ്രൊമോഷനും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് മൊത്തം മറ്റേ ക്ലിനിക്കലി അല്ലെങ്കിൽ തിയറട്ടിക്കലി നോളജബിൾ ആയിട്ടുള്ള പ്രാക്ടിക്കലി നോളജുള്ള ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന നാട്ടുകാരോ ഞാൻ പണയും ഈ ക്രീം പുരട്ടി കഴിഞ്ഞാൽ തുടുതുട തടുതട വെളുക്കും. തുടുതുട തടുതട ലവ്മാര് വാരി പുരട്ടി അത് അലർജിയായി, വഴിയാധാരമായി, കുട്ടിച്ചോറായി പൊക്കോണം. അത് ബില്ലിലുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക ഞാൻ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യും.
ബുദ്ധിക്കുറവ് ഉണ്ട് കേട്ടോ, എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട്. ഇവിടുന്ന് വണ്ടി വിളിച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് ഇവിടെ എങ്ങും വള്ളി പിടിക്കാനില്ലാഞ്ഞിട്ട് തിരുവനന്തപുരം വരെ പോയി വള്ളി പിടിച്ചേക്കുന്നു. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊന്നും ഭയങ്കര ദൂരമല്ല, എന്നാലും നിസ്സാരമായിട്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിംസിൽ പോയി വള്ളി പിടിക്കായിരുന്നു, ഉപാസനയിൽ പോയി വള്ളി പിടിക്കായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടുത്തെ ആശുപത്രികളിൽ പിടിക്കാൻ പറ്റുന്ന വള്ളികൾ ഇവിടെ എങ്ങും പിടിക്കാൻ പറ്റുന്നിട്ട് തിരുവനന്തപുരത്ത് പോയി പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും എന്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കല്യാണി പറയുന്നതിനകത്ത് ചില കള്ളങ്ങളുള്ള പോലെയാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഡോക്ടറിന് പല കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേസായിട്ട് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലേ ഗോവിന്ദ ആര്യ ഗോവിന്ദ. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പോയിക്കൊന്ന് പറയോ? ഞാൻ പറഞ്ഞുതരാം, വേറെ വശം പറഞ്ഞുതരാം. ഇതില് അവർക്ക് മെയ് 30 വന്ന് അവര് ഒച്ചുണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയുക, നിങ്ങൾ 3 ml, കാരണം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണം എന്നുള്ളതുണ്ട്. അപ്പൊ 3 ml സിറിഞ്ച് ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. അണ്ണൻ ഉടക്ക് മൂടി തന്നെ വന്നേ. 3 ml സുന നിങ്ങൾ എടുത്തിട്ട് 2 ml സുനയെ കുത്തി വെച്ചിട്ടുള്ളെങ്കിൽ നമ്മൾ എന്തൊരു ചെയ്യും? ഇതാണ് അണ്ണൻ്റെ ചോദ്യം. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രി വല്ലാണ്ട് ഡെവലപ്പായിട്ടുണ്ട്. അപ്പോൾ ഓരോ മരുന്നും ആളുകളിൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഹ്യൂമൻ ബോഡിയിൽ പരിശോധിക്കുന്നതായതുകൊണ്ട് ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള രേഖകൾ ഈ ആശുപത്രികൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 3 ml കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റേഷനോട് അവിടെ ചെയ്യേണ്ടി വരും. 3 ml എന്ന് പറഞ്ഞിട്ട് 2 ml കുത്തി വെച്ചിട്ടുണ്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സാധനം ഈ സിറിഞ്ചൊക്കെ എടുക്കുന്ന നിങ്ങൾ ബോട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ മണ്ട ഇങ്ങനെ ടക്കെന്ന് തട്ടി പൊട്ടിച്ച്, നമ്മൾ മുട്ട പൊട്ടിക്കുന്ന ടപ്പെന്ന് പൊട്ടിച്ചിട്ടാണ് കൂടുതൽ ഈ സിറിഞ്ച് ഇങ്ങനെ എടുക്കുന്നത് കാണുന്നത്. അതിൻ്റെ ബേസിക് യൂസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സാധനം റീയൂസ് ആക്കരുത് എന്നുള്ളതിലാണ്. നമ്മുടെ മെഡിക്കൽ ഗ്രോത്തിനെ വല്ലാണ്ട് കല്യാണി ക്രീം പുരട്ടിയിട്ട് വെളുത്തിട്ട് പാറുന്ന ടീമുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് കുഴപ്പമില്ല. ആ ചോദ്യത്തിൽ എനിക്കറിയാം, ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരു പാരവെപ്പ് ഉണ്ടാവില്ലേ? അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു വരികയും ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തെന്നറിയോ, ആ ഫയൽ അങ്ങനെ അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച്, ഏത് ബാച്ച്, എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള. പക്ഷേ കല്യാണി അതിനകത്തെങ്ങും കുത്തി വെച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുന്നില്ല. കുത്തി വെച്ചത് കൊണ്ട് രക്തം കട്ട പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന $billion കമ്പനിയോട് അറിയിക്കുക ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായെന്നുള്ളത്. കാരണം അത് നിങ്ങളെ അവർ അറിയിച്ചിട്ടുണ്ട്, വാട്സപ്പിൽ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സാധനത്തിന് ഇന്ന ക്രീം മുഖത്ത് പുരട്ടണമെന്ന് നിങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കല്യാണി തന്നെ ആ മരുന്ന് നിങ്ങൾക്ക് അയച്ചു തന്നതിൻ്റെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് സാധനത്തെക്കുറിച്ചിട്ട്. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്, അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. പുള്ളിക്കാരി ഈ ദൃശ്യം മൂവി കണ്ടിട്ട് ആ ഒരു മൂഡ് പിടിച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തൂക്കിയല്ലോ എന്നതാ. ഇതിനകത്തൊന്നും ഒരു കള്ളത്തിലും കാണിക്കാൻ പറ്റത്തില്ല. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എൻക്വയറിയിൽ അത് പെടും. അതേസമയം രോഗിയുടെ ഭാഗത്തു നിന്നാണ് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ അതും പെട്ടു. എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട, യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. ബ്രാൻഡ് വെച്ചിട്ട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് കല്യാണി ഇതിനകത്ത് പെടും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഈ ഒരു മേഖലയിൽ സ്പെഷ്യലിസ്റ്റാണ്. കല്യാണി എന്ന് പറയുന്ന ആൾ ഈ ഒരു മേഖലയിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സോ ഒരു നോർമൽ വ്യക്തി എക്സ്പേർട്ടായിട്ടൊരു വ്യക്തിയായിട്ട് മുട്ടുമ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തി തൂക്കിയടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ബാങ്കിൻ്റെ കുറേ ഉടായ്പകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് തൂക്കാം എന്നുള്ള സാധനം എനിക്കറിയാൻ പറ്റും. ഇതാണ് സാധനം, ബേസിക് സാധനം. നിങ്ങൾക്ക് ഭയങ്കര പ്രാവീണ്യമുള്ള മേഖലയിൽ നിങ്ങളോട്
ഒരുത്തം വന്ന് കുറേ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കാൻ പറ്റും. ഇതാണ് സാധനം. സോ ഡോക്ടർ അതും തൂക്കും എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേർക്കണോ എന്താ ഇത്? ഞാൻ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യണം. ഒരു യൂട്യൂബോ ഒരു ഊബറോ ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എൻ്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനമൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷെ ഓരോരുത്തർ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വളരെ ലൈറ്റ് ആയിരിക്കും. അതിന് വലിയ ചിലവും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ പോകുന്നു. കാരണം ഇപ്പൊ ഒരു കമ്പനി ഇങ്ങനെയൊക്കെ വലുതാവും. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ ദെയർഫോർ ഐ ആം എന്നാണ് ഈ ഡോക്ടറിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഈ സ്ഥാപനം സെലിബ്രിറ്റീസിൻ്റെ ഇടയ്ക്ക് മാത്രം പേരുണ്ടായിരുന്ന, ഹൈ വാല്യൂ ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൽ കല്യാണി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ പോകുകയും അത് അവരുടെ റീലിൽ അവതരിപ്പിക്കുകയും ആ അവതരണം കൊണ്ട് ഇത് നമ്മളൊക്കെ ഏറ്റെടുത്ത് ഈ സാധനം ഭയങ്കര വൈറലാകുകയും ഡോക്ടറിൻ്റെ പ്രതികരണം വരികയും ഒരു വലിയ കൂട്ടം ആളുകൾ ഡോക്ടറാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ഒരു കൂട്ടം ആളുകൾ കല്യാണിയാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് സംഭവിക്കുന്നത് ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളത്. ഡോക്ടറിൻ്റെ സംസാരം കേൾക്കുമ്പോഴത്തേനും ഹൈലി കൺവിൻസ്ഡ് ആണ് പുള്ളിക്കാരുടെ സംസാരത്തിൽ. ഒരു സംശയമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇത്രയും വലിയ പ്രൊമോഷൻ ഡോക്ടറിന് സ്വപ്നങ്ങളിൽ മാത്രം. ഡോക്ടർ സ്വന്തമായിട്ടല്ല ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കൊളാബ് കൊടുത്തിരുന്നെങ്കിൽ പോലും ഡോക്ടറിന് ഈ റീച്ച് കിട്ടത്തില്ലായിരുന്നു. എന്നാ റീച്ചാണ് കിട്ടിയത്. ഇനി ഈ കല്യാണിയുടെ അല്ലെങ്കിൽ ഈ പല റിയാക്ഷൻ വീഡിയോസിനെ താഴെ വരുന്നുണ്ട്, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടുപിടിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ട് തിരുവനന്തപുരത്തിട്ട് ദെയർഫോർ ഐ ആമിലേക്ക് പോകാമെന്ന്. നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുകൊണ്ട്. അതുകൊണ്ട് കല്യാണിയോട് ദയ കാണിക്കണം. സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ടീമുണ്ട്, IT ടീമുണ്ട്, അക്കൗണ്ട്സ് ടീമുണ്ട്, ഇതുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ എവിടെയെങ്കിലും ഞാനോ എൻ്റെ ടീമോ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അക്കൗണ്ട്സ് ടീമിന് മൊത്തം ചെകഞ്ഞ് മനസ്സിലാക്കി എല്ലാത്തിനും ബില്ല് കൊടുത്തിട്ടുണ്ട്. ആള് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിന്നിരിക്കുന്ന സപ്ലിമെന്റ്സ്, എന്താ പറയുക, പൊട്ടിക്കാത്ത സപ്ലിമെന്റ്സ്, ഇനി ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഈ പറഞ്ഞവർ പ്രോഡക്ട്സ് ഇങ്ങനെ തന്നപ്പോൾ അതിനുള്ള റീഫണ്ട് പറയും. ഒരു കുഴപ്പമില്ല, ആ റീഫണ്ട് പ്രോസസ്സ് ചെയ്തതിൻ്റെ ഒക്കെ തെളിവ് ഞാൻ തരാമല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഒരു സംശയത്തിലേക്ക് വരാം. ഇത് ഇപ്പം ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് എൻ്റെ സംശയം. ഡോക്ടർ ഇനി ഈ മെറ്റാ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനത്തിലേക്ക് വരികയാണ്, കല്യാണിയുടെ മെറ്റാ ക്ലാസ്. അത് അവസാന ഭാഗത്തിലേക്ക് പോവാം. നമുക്ക് ഈ ഡോക്ടർ പറയുന്ന ഒന്നുകൂടെ കേട്ട് പോവാം. അവര് റിലീസ് ചെയ്തിരിക്കുന്ന ആ മെറ്റാ ക്ലാസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ബ്ലർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ജയൻ സാർ പറഞ്ഞു ഞങ്ങളായിരുന്നു വാസ് ഇൻ ടച്ച് വിത്ത് പോലീസ്. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയിപ്പിച്ചിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിട്ടു. അത് ഞാൻ ചോദിക്കുന്നത് ആദ്യം മൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ആയിട്ട് മൂവ്. കറക്റ്റ്, താൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കല്യാണിയുടെ ഈ ക്രോപ്പ് മെറ്റാ ക്ലാസ്സിലെടുത്ത വീഡിയോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരാണ് ഫസ്റ്റ് പോലീസിനെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ആ കല്യാണി പറയുന്ന പോലെ തന്നെ ആദ്യം കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത് പക്ഷേ കല്യാണിയാവും. കല്യാണി എന്നല്ല അവരുടെ പേര്, ജീവാലക്ഷ്മിയോ, അവരായിരിക്കും ആദ്യം കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് പോലീസിനെ കണക്ട് ചെയ്ത് ഇവരാണ്. സോ അത് കല്യാണി പറയുന്നത് സത്യമാണ്, ഇവർ പറയുന്നത് സത്യമാണ്. രണ്ട് സത്യവും വെട്ടിപ്പോയി. ഓക്കെ, രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ? അതിന് ഒരു റക്കസ് ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനെ പുറത്താക്കൂ, ബാക്കി പിന്നെ എന്താന്നുള്ളത് കാണും. ബില്ലല്ലേ വേണ്ടുള്ളൂ, ബില്ല് അയച്ചു തരാം. നിങ്ങൾ ഒരു എന്താ പറയുക, വേണ്ട ബില്ല് റിക്വസ്റ്റ് ചെയ്തെന്നുള്ളൊരു ഒരു ഫോമൽ എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അയച്ചു തന്നിട്ട് ഞങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ തെറ്റാ. അവിടെ കടന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളത് പറയുന്നുണ്ട് ആ വീഡിയോയിൽ, റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ മുംബൈ പോയിട്ടാണോ ഞാൻ അത് എടുക്കാന്നുള്ളത്. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ളൊരു ബില്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി. അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന്, ഇവർ അപ്പോൾ ബില്ല് തരില്ല എന്നത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ഡോക്ടർ പറയുന്നുണ്ട്, ഈ മാസത്തെ ആണെങ്കിൽ ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട്? അപ്പൊ ബില്ല് എങ്ങനെ ആൾക്ക് കള്ളത്തരുണ്ടെങ്കിൽ ഡോക്ടർ പറയാം, വീഡിയോയിലുണ്ടല്ലോ, അത് ഡോക്ടർ പറയുന്നുണ്ടല്ലോ. ഈ മാസത്തെ ബില്ലാണെങ്കിൽ എടുത്തോണ്ട് പൊക്കോ എന്ന് ഡോക്ടർ പറയുന്നുണ്ടെന്നാണ് ഈ ഡോക്ടർ അവകാശപ്പെടുന്നത്. നീലു ഡോക്ടർ അവകാശപ്പെടുന്നത്. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടതിനകത്ത് എനിക്ക് അങ്ങനൊരു സാധനം കേൾക്കാൻ സാധിച്ചില്ല. നമുക്കേതായാലും കല്യാണി പുറത്തുവിട്ട ആ ഭാഗം ഒന്നുകൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലല്ലോ,
അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കുമ്പോൾ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. മേഡം അല്ല പഴയതിലോട്ട് പോകണം. ഫയൽ ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആയിരുന്നു. അപ്പൊ ഇതിന് കള്ളത്തിലില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യമുണ്ട്. കള്ളത്തിലില്ലെങ്കിൽ ഇന്ന നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ ഇത്രയും ബില്ല് ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെൻ. ഞാനിപ്പോൾ ACP ജയൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ സെഡ് യു കെൻ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഓക്കെ, ഇതിനകത്തെങ്കിലും ആ ഡോക്ടർ പറഞ്ഞ സാധനം ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ കേട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് പറയും. ഇനി മറ്റൊരു സാധനം, ഈ പുള്ളിയുടെ വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് അപ്പോൾ ബില്ലില്ല അതും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവർ ഞങ്ങൾ തന്നല്ലോ എന്നൊരു സാധനം പറയുന്നതും കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു പുകമറ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇത് ക്ലാരിറ്റി കിട്ടി. പക്ഷേ എനിക്കിപ്പോഴും അതങ്ങോട്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ ഡ്രസ്സ് ശ്രദ്ധിക്കുക. ഈ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ CCTV ദൃശ്യത്തിലേക്ക് പോവാം. CCTV ദൃശ്യത്തിൽ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് പുറത്തു വിട്ടത് ഉച്ചയ്ക്കൊരു 1:45 ആയപ്പോഴത്തേനും ഇവർ ഇതേ വസ്ത്രത്തിൽ അവിടെ നിൽക്കുന്നു. പോലീസ് വരുന്നു, ഇവരോട് സംസാരിക്കുന്നു, ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവർ സ്വന്തമായിട്ട് മെറ്റാ ക്ലാസ്സിൽ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അടുത്തത് കാണിക്കുന്നത് ഹോസ്പിറ്റലുകാർ വിട്ടതിനകത്ത് പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അത് നമുക്ക് കണ്ടിട്ട് വരാം. എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോന്നു. 1:48 ചിത്രീകരിച്ച ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഓക്കെ, ഇത് മാത്രമല്ല ഒരു വിഷ്വലൂടെ ഉണ്ട്. ദെയർഫോർ ഐ ആമിൻ്റെ സ്റ്റുഡിയോ ആണ്. ഇതുണ്ട്, അദ്ദേഹം നിൽക്കുന്നു, പോലീസ് അവരോട് സംസാരിക്കുന്നു. ഇത് എത്ര മണിക്കെടുത്തതാ? 1:46 വിഷ്വല്. പക്ഷേ ഇതെന്താണ്, ആദ്യം ഒന്ന് വന്ന് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോയി, പിന്നെയും കയറി വന്നു പോലീസിനെ വിളിച്ച് ഇറങ്ങി. അങ്ങനെയാണോ? ആദ്യം വന്നു, പോലീസ് വന്നിട്ട് ഇറക്കി വിട്ടു, പിന്നെയും കയറി. അതും എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. എന്തോ ഒരു പന്തികേട്. ഇനി നമ്മുടെ ഈ ഹോസ്പിറ്റലുകാർ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്ത്, ആ കേസിലേക്ക് നമുക്കൊന്ന് പോകാം. ആ കേസിൻ്റെ മറ്റേ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ടല്ലോ, റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. FIR ഇട്ടതാണ് കേട്ടോ പോലീസ്. പ്രതികൾക്ക് ആവലാതിക്കാരി ഡോക്ടറായി ജോലി ചെയ്തു വരുന്ന ദെയർഫോർ ഐ ആം എന്ന ക്ലിനിക്കിനായി കൊളാബ് ചെയ്യാൻ നൽകാത്തതിലുള്ള വിരോധം നിമിത്തം പ്രതികൾക്ക് ഈ സ്ഥാപനത്തിൽ ആക്രമിച്ച് കയറി ബഹളം വെച്ച് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് സ്ഥാപനത്തിലുള്ള ആവലാതിക്കാരി ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 30/5/2026 ഓക്കെ, അന്നാണ് ഈ പ്രശ്നം നടന്നത്. തീയതി ഉച്ചയ്ക്ക് 3 മണിക്കും 1/6/2026 തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്കും 1-ഉം 2-ഉം പ്രതികൾ മനസ്സിലായില്ല 1/6/2026 തീയതി ഉച്ചയ്ക്ക് 12:30 മണിക്കും 1-2 പ്രതികൾ ചേർന്ന് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ദെയർഫോർ ഐ ആം എന്ന സ്ഥാപനത്തിൽ ആക്രമിച്ച് കയറി 1-ാം പ്രതി മെറ്റാ ഗ്ലാസ് കണ്ണട വെച്ച് ആവലാതിക്കാരുടെ സ്ഥാപന ഉടമയായ സ്ത്രീയുടെയും ക്ലിനിക്കിൻ്റെയും മറ്റും വീഡിയോ ഷൂട്ട് ചെയ്ത് 2-ാം പ്രതി യൂട്യൂബ് ലൈവ് പോയി ക്ലിനിക്കിൻ്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും 1-ാം പ്രതി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുകയും പ്രതികൾക്ക് കൃത്യത്തിന് പരസ്പരം എന്തോ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 30/5/2025 ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവരവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ CCTV ക്യാമറ ഈ ദെയർഫോർ ഐ ആമിൻ്റെ അവിടെ കാണും. അന്നല്ല ആ സാധനം നമ്മൾ
പുറത്ത് കണ്ട CCTV വിഷ്വലും ഇവർ മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തത് നമ്മൾ കണ്ടത്. അപ്പം 1-ാം തീയതി വീണ്ടും ഇവർ കെട്ടിപ്പറക്കി പോയി, അതായത് 30-ാം തീയതി പോയി, 1-ാം തീയതി വീണ്ടും കെട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അന്ന് 1/6/2026 ഉച്ചയ്ക്ക് 12:30 മണിക്ക് അതാണ് നമ്മൾ കണ്ടത്. 1:46, 1:48 പോലീസ് വന്ന് ഇവരെ ഇറക്കുന്നത്. അപ്പോൾ അതേ ഡ്രസ്സിൽ ഇത് എപ്പോഴാണ് ഈ സാധനം എപ്പോഴാണ് ഇവർ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകുന്ന സാധനം എപ്പോഴാണ്? ഇതെനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംശയമായിട്ട് എൻ്റെ മുമ്പിൽ നിന്നൊരു സാധനമാണ്. എന്തായാലും കല്യാണിയും ഡോക്ടറും മുഖാമുഖം മോദിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനകത്ത് രണ്ടുപേരുടെ സൈഡിലും ഒരു എന്തോ തെറ്റും എന്തോ ശരി എന്തോ ഒരു പുകമറ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. കല്യാണിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് കേട്ടോ. കല്യാണി പെട്ടും, വട്ടത്തിലും നീളത്തിലും പെട്ടും. പറ്റുമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. കൺസെൻറ്റ് ലെറ്റർ അവരുടെ കയ്യിലുണ്ട്. കോള് വിളിച്ചിട്ട് 6-7 മാസം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന സാധനം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ റെക്കോർഡിക്കലാണ്, ഡിജിറ്റൽ എവിഡൻസ് ആണ്. സോ അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒറ്റയൊരു തവണ മാത്രമാണ് ഇവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞത്. ഇനി ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേനും കൊളാബ് ചോദിച്ചതിന് പ്രൂഫില്ല, മെറ്റാ ഗ്ലാസ്സിൽ എന്തൊക്കെ എടുത്തിട്ട് പോയി എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതിനെതിരെ കേസും കൂട്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. കല്യാണി മുട്ടലിച്ചിരി വലുതായി പോയോ എന്നൊരു സംശയം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് തോന്നുന്നു ഈ Therefore I Am എന്ന് പറഞ്ഞ സ്ഥാപനത്തെ. ഇതിൽ കൊള്ളാം. ഈ വിഷയത്തിൽ ആരുടെ പക്ഷത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ഡേറ്റാണ്. ബൈ.